ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. എല്ലാ ദിവസവും പോലെ ഇന്ന് നിങ്ങൾ ഹൃദയം കർത്താവിലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കണം, മനസ്സിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എൻ്റെ കർത്താവ് ഇന്ന് എന്നോട് സംസാരിക്കണമേ. കർത്താവേ, ഇന്ന് എൻ്റെ ആവശ്യവും എൻ്റെ ആഗ്രഹവും എൻ്റെ ഭാരവും ആകുലവും നീ കണ്ട് എന്നോട് മനസ്സിലെയ്യണമേ എന്ന് ഓരോരുത്തരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം മുതലുള്ള വാക്യങ്ങളാണ് ലവോദിക്ക സഭയ്ക്കുള്ള ദൂത്. 7 സഭകൾക്കുള്ള ദൂത് നാം ഓരോന്നോരോന്നായി ചിന്തിച്ചു വരികയായിരുന്നു. ഇന്ന് എടുത്തു പറയേണ്ടതായിട്ടുള്ളത് ഈ 7 സഭകൾ അത് അന്നുണ്ടായിരുന്ന 7 സഭകൾ തന്നെയാണ്. പക്ഷേ ആ ദൂതിൻ്റെ പ്രത്യേകതയുണ്ട്. അത് ഓരോ കാലയളവിലുള്ളതായ സഭയുടെ ഗതിയെ കാണിക്കുന്നു. ഏറ്റവും ഒടുവിലത്തെ സഭ ലവോദിക്ക സഭ, അത് ഈ ഒടുവിലത്തെ കാലയളവിനെ കാണിക്കുന്നു. നാം ഓരോരുത്തരും ജീവിക്കുന്ന ഈ കാലയളവിൽ ക്രിസ്ത്യാനികളായി അറിയപ്പെടുന്നവരായി നാം ഓരോരുത്തരും
നമ്മുടെ അവസ്ഥ തിരിച്ചറിയണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്ന ഇന്നത്തെ അവസ്ഥ കർത്താവ് വെളിപ്പെടുത്തി തരികയാണ് ലവോദിക്ക സഭയ്ക്കുള്ള ദൂത്. ഞാൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ചിലത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ദൈവത്തിന് സ്തോത്രം. ഇത് പെന്തിക്കോസ്തി പെരുന്നാൾ മുതൽ പരിശുദ്ധാത്മാവിനെ പകർന്നത് മുതൽ പിന്നീടുള്ള നൂറ്റാണ്ടുകളിലൊക്കെയും ഉള്ള സഭയുടെ സമൂലമായൊരു ചിത്രമാണ് ഈ വെളിപ്പാട് പുസ്തകത്തിലെ 7 സഭകൾക്കുള്ളതായ ദൂത്. അത് ശ്രദ്ധിച്ച് വായിച്ചാൽ മനസ്സിലാകും. കർത്താവ് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള ഉപമകളോട് ചേർത്ത് ചിന്തിക്കുകയാണെങ്കിൽ വളരെ വിശാലമായ ആശയം നമുക്ക് കിട്ടും. വളരെ മഹത്തായ ആശയം നമുക്ക് കിട്ടും. ആ കർത്താവ് പറഞ്ഞ മത്തായി 13-ലുള്ളതായ ഉപമകൾ അത് ഓരോന്നും ഈ വെളിപ്പാട് പുസ്തകത്തിലെ 7 സഭകൾക്കുള്ള ദൂതുകളുമായിട്ട് താരതമ്യപ്പെടുത്തിയാൽ അതെല്ലാം ഒന്ന് തന്നെ എന്ന് അതിൻ്റെ ആന്തരിക അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. മറ്റൊന്നാണെന്ന് പറയാൻ പോകുന്നത്, ആദ്യത്തെ സഭ എഫേസസ് സഭ അത് 1-ാം നൂറ്റാണ്ടിലുള്ളതായ ക്രിസ്തീയ വിശ്വാസികളെ കാണിക്കുന്നതായ സഭയാണ്. അന്നത്തെ 1-ാം നൂറ്റാണ്ടിലുള്ളതായ വിശ്വാസികൾക്ക് പല നന്മകളുണ്ടായിരുന്നു, പല ശ്രേഷ്ഠതകളുണ്ടായിരുന്നു, ആത്മാവിൽ നല്ല തീഷ്ണതയും എരിവൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവർക്കൊരു കേട് പറ്റിയിരുന്നു. നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ടെന്ന് കർത്താവ് പറഞ്ഞു. അത് ഗൗരവമേറിയ കാര്യമാണ്. വിശ്വാസം നഷ്ടപ്പെട്ടതായ സഭ, ലൂസിങ് ദെയർ ഫസ്റ്റ് ലവ് എന്നാണ് ആ സഭയെക്കുറിച്ച് വ്യാഖ്യാതാക്കൾ പറയുന്നത്. അവരുടെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു. ആദ്യ സ്നേഹം നഷ്ടപ്പെട്ട സഭ. ആദ്യം ഒരു ലഹരി ഉണ്ടായിരുന്നു. ആത്മീയ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ്. നമുക്ക് മാനസാന്തരപ്പെട്ടാൽ ഉടനെ ഒരു ആത്മാവിൻ്റെ ഒരു നിർവൃതി ഒരു സന്തോഷം അനുഭവിക്കാം. വലിയൊരു ആനന്ദമായിരിക്കും. നമ്മളെല്ലാം ഭൗതികമായ കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് മാറിയിട്ട് എപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ച് ആ പ്രാർത്ഥന നിരതരായിരിക്കുന്നൊരു സമയമുണ്ട്. അത് ആത്മീയമായ നല്ല ആരംഭഘട്ടത്തിൻ്റെ സന്തോഷമാണ്, ആരംഭത്തിൻ്റെ ഒരു പ്രസരിപ്പാണ്. അത് എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. ശരിയായൊരു മാനസാന്തരത്തിലേക്ക് വരുന്നവർക്കറിയാം, മാനസാന്തരപ്പെട്ട ആദ്യ കാലങ്ങളിൽ വലിയൊരു ഉണർവുണ്ടായിരുന്നു. നമുക്ക് മാനസാന്തരപ്പെട്ട ആ കാലങ്ങളിൽ വലിയൊരു ആവേശം ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ വചനം കേൾക്കാനുള്ള ആവേശം, ദൈവത്തിൻ്റെ വചനം പറയാനുള്ള ആവേശം, ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ വേണ്ടി എന്ത് ദൂരയാത്ര ചെയ്യണമെങ്കിലും അതിനുള്ളതായ ആവേശമെല്ലാം ഉണ്ടായിരുന്നില്ല. ഒരു ആത്മീയമായ ലഹരിയുടെ കാലമാണ് 1-ാം നൂറ്റാണ്ടിലെ അന്നത്തെ സഭയുടെ അവസ്ഥ. പക്ഷേ ഇതെല്ലാം ഉണ്ടെങ്കിലും അവർ ക്രമേണ തണുത്ത് 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാനമായപ്പോഴേക്കും അത് ഒരു തണുത്തുറഞ്ഞ സഭയായി മാറി. ആദ്യ സ്നേഹം നഷ്ടപ്പെട്ട സഭയായി മാറി. ദൈവത്തിന് സ്തോത്രം. അതിന് സ്നേഹമില്ലാത്ത സഭ എന്നാണ് വ്യാഖ്യാതാക്കൾ കൊടുത്തിരിക്കുന്ന പേര്. സ്നേഹമില്ലാത്ത സഭ, ലൂസിങ് ദെയർ ഫസ്റ്റ് ലവ്, അവരുടെ ആദ്യ സ്നേഹം നഷ്ടപ്പെടുത്തിയ സഭ. രണ്ടാമത്തെ സഭ സ്മർണ സഭ, അത് 1 മുതൽ 4 വരെയുള്ള നൂറ്റാണ്ടുകളിലെ സഭയുടെ ചരിത്രമാണത്. സഭയുടെ ചിത്രമാണത്. 1 മുതൽ 4 വരെയുള്ള ആ നൂറ്റാണ്ടുകളിൽ അന്ന് സഭയ്ക്ക് വലിയ പീഡയുണ്ടായി, വലിയ എതിർപ്പുണ്ടായി. അതുകൊണ്ടാണ് സ്മർണാസഭയ്ക്കുള്ള ദൂതിൽ പറയുന്നത്, നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട, നിങ്ങൾ ചിലരുടെ പരീക്ഷിക്കേണ്ട വിശ്വാസം നിങ്ങളെ തടവിലാക്കി പോകുന്നു, 10 ദിവസം ഇതിന് ഉപദ്രവം ഉണ്ടാകും, നീ വിശ്വസ്തനായിരിക്കുക, മരണത്തോളം വിശ്വസ്തനായിരിക്കുക. 2, 3, 4 നൂറ്റാണ്ടുകൾ സഭയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ വളരെ വളരെ പീഡ അനുഭവിച്ച കാലമാണ്. വളരെ പീഡ. അതും നമുക്ക് സഭയുടെ ബന്ധത്തിൽ മാത്രമല്ല നമ്മുടെ വ്യക്തിപരമായ ബന്ധത്തിൽ ചിന്തിക്കാം. ആദ്യ സമയങ്ങളിലുണ്ടായ ലഹരി അങ്ങ് കുറഞ്ഞു പോയിട്ട് പിന്നീട് സംഭവിച്ചത് പലരും ആക്ഷേപിക്കാൻ തുടങ്ങുന്നു, പല വിധത്തിലുള്ള പ്രതിസന്ധികൾ നമുക്ക് നേരിടുന്നു, നമ്മെ പലരും ഒറ്റപ്പെടുത്തുന്നു, നമ്മുടെ ആത്മീയ വീക്ഷണം പലർക്കും മനസ്സിലാകുന്നില്ല, ആളുകൾ നമ്മൾ കയറിപ്പോകാത്തവരാണെന്ന് പറയുന്നു, ആരോട് മിണ്ടില്ലാത്തവരാണെന്ന് പറയുന്നു, തെറ്റിദ്ധാരണകൾ പെരുകുന്നു, ഓരോ തരത്തിലുള്ളതായ പീഡകൾ വർദ്ധിച്ചു വരുന്നു. വാസ്തവത്തിൽ ആരോടും മിണ്ടുകയില്ല, ഇങ്ങും കയറി പോവുകയില്ല എന്നൊക്കെ പറയുന്നത് വാസ്തവത്തിൽ അതിൻ്റെ സത്യം എന്താണെന്ന് വെച്ചാൽ അവരെ ആരെയും പാപികളാണെന്ന് കണ്ടതുകൊണ്ടല്ല. എനിക്കൊരു ചെറിയ തിരി കത്തിച്ച് കിട്ടി, ഒരു കൊടുങ്കാറ്റുള്ളിടത്തേക്ക് ഈ തിരി കൊണ്ട് പോകാൻ ഞാൻ പേടിക്കുന്നു, കാരണം തീ കെട്ടുപോകും. അതുകൊണ്ടാണ് ഈ വേർപാടെന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആത്മാവിൻ്റെ ഒരു വെളിച്ചം കിട്ടി, ചെറിയൊരു വെളിച്ചം കിട്ടി. ആ വെളിച്ചവുമായിട്ട് കൊടുങ്കാറ്റുള്ളിടത്തേക്ക് പോയാൽ വിളക്ക് കെട്ടുപോകും, സ്വാഭാവികമാണ്. പക്ഷേ ആ തിരിയുടെ സ്ഥാനത്ത് ഒരു ബൾബാണെങ്കിൽ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ബൾബാണെങ്കിൽ കെട്ടുപോകുകയില്ല, കൊടുങ്കാറ്റ് ഊതിയാൽ കെട്ടുപോകുകയില്ല. അപ്പോൾ അതുകൊണ്ട് നാം ഓരോരുത്തരും ഇലക്ട്രിസിറ്റി അതിൻ്റെ ട്രാൻസ്ഫോർമറുമായിട്ടുള്ള കണക്ഷനിലുണ്ടെങ്കിൽ നമുക്ക് കേടുവരികയില്ല. ഇലക്ട്രിസിറ്റിയുടെ ഉത്ഭവസ്ഥലമായ അത് പകർന്നു വരുന്നതായ ട്രാൻസ്ഫോർമറുമായിട്ട് നമുക്കൊരു
ഒരു ബന്ധമുണ്ടെങ്കിൽ ആ ബൾബ് കെട്ടുപോകുകയില്ല. ഈ 1-ാം നൂറ്റാണ്ട് മുതൽ 4-ാം നൂറ്റാണ്ട് വരെയുള്ള ആ കാലത്ത് വലിയ പീഡ സഭ സഹിക്കേണ്ടി വന്നു. അതാണ് സ്മുർന്ന സഭയുടെ കാലയളവ്. ദൈവത്തിന് സ്തോത്രം. ദ പേഴ്സിക്യൂട്ടഡ് ചർച്ച്, പീഡിത സഭ, സഫറിങ്, അതിനെ ഭയപ്പെടുന്നു, കഷ്ടതകൾ, മറ്റുള്ളതായ ഉപദ്രവങ്ങൾ, അതിനെ ഭയപ്പെടുന്ന സഭ. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട എന്ന് കർത്താവ് പറഞ്ഞത് അതുകൊണ്ടാണ്. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. സഭ മറ്റുള്ളവരിൽ നിന്നുള്ള പീഡകളെ ഭയപ്പെടുന്നു. ഈ പേഴ്സിക്യൂട്ടഡ് ചർച്ച്, സ്മരണ സഭ പറയത്ത കുറ്റമൊന്നും കർത്താവ് സഭയെക്കുറിച്ച് പറയുന്നില്ല, പ്രകടമായ തെറ്റുകളൊന്നും പറയുന്നില്ല. പക്ഷേ അവരെ കർത്താവ് വളരെ വാത്സല്യത്തോടെ കാണുകയാണ്. പക്ഷേ അവർക്ക് പേടിയുണ്ട്. പീഡ അനുഭവിച്ചവർ പേടിയിൽ കഴിഞ്ഞുകൂടുകയാണ്. 4-5 നൂറ്റാണ്ടുകളിൽ അന്ന് സംഭവിച്ചിരിക്കുന്നത്, ക്രിസ്തീയ വിശ്വാസം രാജാവ് അംഗീകരിക്കാനിടയായി. കോൺസ്റ്റൻറ്റൈൻ ചക്രവർത്തി, അന്നത്തെ കോൺസ്റ്റൻറ്റൈൻ ചക്രവർത്തി ഈ കാലയളവിലാണ് 4-ാം നൂറ്റാണ്ട് മുതലുള്ളതായ 4-5 നൂറ്റാണ്ടുകളിൽ ആ കാലങ്ങളിലാണ് സഭയിൽ ഉണർവുണ്ടായത്. കാരണം എല്ലാവരും പീഡിപ്പിച്ചുകൊണ്ടിരുന്നതായ വിശ്വാസികൾ, പീഡ അനുഭവിച്ചിരുന്ന വിശ്വാസികൾ, അവർക്കൊരു തണൽ കിട്ടി, ഒരു തണുപ്പ് കിട്ടി, അവർക്കൊരാശ്വാസം കിട്ടി. ചക്രവർത്തി മാനസാന്തരപ്പെട്ടു, ഭരണകർത്താവ് മാനസാന്തരപ്പെട്ടു. അതുവരെയും അവർക്ക്, ക്രിസ്ത്യാനികൾക്ക് എല്ലാവരും പോകുന്ന ഒരു കടയിൽ പോയി സാധനം വാങ്ങാൻ കിട്ടുകയില്ല, ജീവിക്കാൻ പ്രയാസമായിരുന്നു, അവർ എല്ലായിടത്തും അവർ ഒറ്റപ്പെട്ടു പോയിരുന്നു. അങ്ങനെ അവർ വിഷമിച്ച സമയമുണ്ടായിരുന്നു. പക്ഷേ അത് ചക്രവർത്തി മാനസാന്തരപ്പെട്ടപ്പോഴേക്കും ചക്രവർത്തിയുടെ മാനസാന്തരത്തോടുകൂടി വലിയൊരു ചേഞ്ച്, വലിയൊരു മാറ്റമുണ്ടായി. സമൂഹത്തിൽ ക്രിസ്ത്യാനികളെക്കുറിച്ചുള്ള അവജ്ഞ മാറി. ഈ മാർഗ്ഗക്കാരെന്ന് വിളിച്ചുകൊണ്ട് വന്നിരുന്നവരാണ് ഈ മാർഗ്ഗക്കാർ. ഇതൊരു മാർഗ്ഗം, ഒരു പുതിയ മാർഗ്ഗമായിട്ട് ആളുകൾ പരിഹസിച്ച് വിളിച്ചതാണ് ഈ മാർഗ്ഗക്കാർ. പക്ഷേ പിന്നീട് അന്ത്യോക്യയിൽ വെച്ച് ആദ്യ നൂറ്റാണ്ടിൽ അന്ത്യോക്യയിൽ വെച്ച് ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ടായി. ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ടായപ്പോൾ ക്രിസ്ത്യാനി എന്ന് പറയുന്നത് അവഹേളനപരമായ നാമമായിരുന്നു. അന്ന് എല്ലാവരും പരിഹസിക്കുന്നൊരു നാമമായിരുന്നു. അവൻ ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞാൽ അവൻ വെറുക്കപ്പെടേണ്ടവനാണ്, അവനെ ഏതെങ്കിലും തരത്തിൽ ഉദ്ധരിക്കേണ്ടതാണെന്നാണ് അന്നത്തെ സമൂഹം കണക്കാക്കിയിരുന്നത്. ഇതെല്ലാം മാറി. പെട്ടെന്ന് വലിയൊരു ചേഞ്ച് വന്നു. ചക്രവർത്തി, അന്നത്തെ കോൺസ്റ്റൻറ്റൈൻ ചക്രവർത്തി, കുസ്തന്തീനോസ് ചക്രവർത്തി, അദ്ദേഹം മാനസാന്തരപ്പെട്ടതോടുകൂടി രാജകൊട്ടാരത്തിൽ അദ്ദേഹത്തിൻ്റെ പെങ്ങൾ മാനസാന്തരപ്പെട്ടു. തുടർന്ന് അദ്ദേഹത്തിന് ഒട്ടി നിൽക്കുന്നതായ ഉദ്യോഗസ്ഥന്മാർ മാനസാന്തരപ്പെട്ടു. വലിയൊരു ചേഞ്ച് ഉണ്ടായി. ഉന്നതന്മാർ മാനസാന്തരപ്പെട്ടു. അതോടുകൂടി സഭയ്ക്ക് ഒരു ആശ്വാസമായി. പക്ഷേ അത് അങ്ങനെ ആയിരുന്നെങ്കിലും അവർക്ക് വലിയൊരു അബദ്ധം പറ്റിപ്പോയി. അതാണ് പറ്റിയ അപകടം. അന്ന് ചക്രവർത്തി മാനസാന്തരപ്പെട്ടു, ഞങ്ങൾ അംഗീകൃത മതമായി എന്നുള്ള രീതിയിലായപ്പോഴേക്കും അവരുടെ വിശ്വാസത്തിന് തീക്ഷ്ണത കുറഞ്ഞു. പീഡയില്ലാതായാൽ വിശ്വാസത്തിന് തീക്ഷ്ണത കുറയും. എതിർപ്പുണ്ടായാൽ നമ്മൾ വളരും. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ഈ കൂട്ടായ്മ തന്നെ വളരെ ചെറുതായിട്ട് ആരംഭിച്ചതല്ലേ? ഇത് എങ്ങനെയാണ് ഇത്രയേറെ ആളുകൾ വരുന്നത്? എതിർപ്പുള്ളതുകൊണ്ടാണ്, ശക്തമായ എതിർപ്പുള്ളതുകൊണ്ട് അത്രയും ഉള്ളത്. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടായിരിക്കുമല്ലോ, പന്ത് ഇവിടെ കിടക്കവിടെയെന്ന് പറഞ്ഞ് തട്ടിയിട്ടാൽ അതിനകത്ത് കാറ്റുണ്ടെങ്കിൽ പൊന്തി വരും. നല്ലപോലെ ആഞ്ഞു തട്ടി കിടക്കവിടെയെന്ന് പറഞ്ഞ് ആഞ്ഞു തട്ടിയാൽ പന്ത് പിന്നെയും പൊങ്ങി വരും. എത്രത്തോളം ബലത്തിൽ തട്ടുന്നോ അത്ര പൊങ്ങി വരും. എന്തുകൊണ്ട്? അതിനകത്ത് കാറ്റുണ്ട്. ഈ പീഡയില്ലാതായി കാറ്റ് പോയി. സഭയുടെ അകത്തുനിന്നുള്ള പരിശുദ്ധാത്മാവിൻ്റെ ആ നീർച്ചാട്ടം പോയി. അതോടുകൂടി ആ സഭ ഒരു അയഞ്ഞ സഭയായി തീർന്നു. ദി ഓവർ ടോളറൻറ്റ് ചർച്ച്. അന്ന് പറ്റിയ അബദ്ധം, അവർക്ക് ദൈവിക നീതിയെക്കുറിച്ചുള്ളതായ അവരുടെ ധാരണകളെല്ലാം ഒന്നൊന്നായി മാറിപ്പോയി. വിശ്വാസം ക്ഷീണിച്ചു. അത് സാത്താൻ്റെ പള്ളി എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. പെർഗമോ സഭയിൽ സാത്താൻ്റെ പള്ളിക്കാരെന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം അവിടെ അവർ വിശ്വാസത്തിൽ ക്ഷീണിച്ചു. ഇപ്പം നിന്നും നമ്മുടെ ഇടയിലെല്ലാം ഉള്ള ആളുകൾക്ക് അന്ധവിശ്വാസങ്ങൾ പലതുമുണ്ട്. രാഹുകാലം നോക്കുക, കിണർ താഴ്ത്താൻ ലക്ഷണം നോക്കിക്കുക, വീട് വയ്ക്കാൻ സ്ഥാനക്കാരനെ കൊണ്ടുവന്ന് സ്ഥാനം നോക്കിക്കുക, ശകുനം നോക്കിക്കുക, വലിയ അനുഗ്രഹം കിട്ടാൻ വേണ്ടി കൊച്ചിനെ കോതമംഗലം പള്ളിയിൽ കൊണ്ടുപോയി മാമോദിസം നോക്കുക, അല്ലെങ്കിൽ പരിമലപ്പള്ളിയിൽ കൊണ്ടുപോയി മാമോദിസം നോക്കുക. ഇതെല്ലാം എത്രയോ താണ നിലവാരം. അതൊന്നും ആത്മീയമേ അല്ല. പരിമലപ്പള്ളിയിൽ കൊണ്ടുപോയാൽ എന്താണ്, കോതമംഗലം പള്ളിയിൽ കൊണ്ടുപോയാലാണ്, അവരുടെ ഇടവ പള്ളിയിൽ കൊണ്ടുപോയാൽ എന്താണ്? മാമോദിസം നോക്കണം. സാത്താനെ ഉപേക്ഷിക്കുന്നു, മിശിഹായെ ഞാൻ സ്വീകരിക്കുന്നു. അത് ആ ഒരു വിശുദ്ധ കൂദാശ അത് എവിടെ നടത്തിയാലും അത് പ്രസക്തമാണ്, അനുഗ്രഹവുമാണ്. പക്ഷേ ഇത് ഇന്നിടത്ത് കൊണ്ടുപോയാൽ കൂടുതൽ അനുഗ്രഹം ചിന്തിക്കുന്നത് പ്രാകൃത മതമാണ്. അതെല്ലാം
ബാർബേറിയനിസം എന്ന് വേണമെങ്കിൽ പറയാം. ഈ ബർബരന്മാരുടെ പുറജാതികളുടേതായ ധാരണ, അതൊന്നും നമ്മൾ വിശ്വാസികൾ വെച്ചുകൊണ്ടിരിക്കരുത്. ഇതെല്ലാം ഉള്ള ഈ ആത്മാവിന് തീക്ഷ്ണത കുറയുമ്പോൾ ഇതുപോലുള്ളതായ അന്ധവിശ്വാസങ്ങൾ പൊന്തി വരും. 4ാമത്തെ സഭ തൊയ്യത്തൈര സഭ. തൊയ്യത്തൈര സഭയെക്കുറിച്ച് പറയുന്നത്, അത് 6-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെയുള്ള ആ കാലം, അന്ന് സഭ വലിയ പ്രതിസന്ധികളെ നേരിട്ടു. ഒന്ന്, ആത്മീയമായി പറഞ്ഞാൽ ആ കാലയളവിലാണ് റിഫർമേഷൻ ഉണ്ടായിരുന്നത്. റിഫർമേഷൻ എന്താ? റിഫർമേഷൻ നവീകരണം. മാർട്ടിൻ ലൂതർ എന്ന് പറയുന്ന വിശുദ്ധനായ ഒരു ദേവദാസൻ അന്നത്തെ മതത്തിൻ്റെ പല പോരായ്മകളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, മതത്തിൻ്റെ അന്ധവിശ്വാസങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ധീരമായി അദ്ദേഹം ദേവാലയത്തിൻ്റെ മതിലിന്മേൽ എഴുതി വെച്ചു, ചുമരിന്മേൽ എഴുതി വെച്ചു. 95 കാര്യങ്ങൾ എഴുതി വെച്ചു. അക്കമിട്ട് 95 കാര്യങ്ങൾ എഴുതി വെച്ചു, അന്ധവിശ്വാസങ്ങളെല്ലാം. അത് റോമൻ കത്തോലിക്ക സഭയെ, അന്നത്തെ സഭ എന്ന് പറയുന്നത് റോമൻ കത്തോലിക്ക സഭയാണ്. റോമൻ കത്തോലിക്ക സഭയെ ചൊടിപ്പിച്ചു. ഈ മാർട്ടിൻ ലൂതറിനെ വേട്ടയാടി. റിഫർമേഷൻ്റെ ഒരു പ്രോജനിറ്ററായി വന്ന, റിഫർമേഷൻ്റെ ഉപജ്ഞാതാവായി വന്ന മാർട്ടിൻ ലൂതറിനെ അവർ വേട്ടയാടി. അദ്ദേഹം നാട് വിട്ട് ഓടേണ്ടി വന്നു, ജീവരക്ഷിക്കേണ്ടി ഓടേണ്ടി വന്നു, ജർമ്മനിയിൽ പോയി അഭയം പ്രാപിക്കേണ്ടി വന്നു. മാർട്ടിൻ ലൂതറിൻ്റെ കഥ അദ്ദേഹം ജീവിതത്തിൽ വായിക്കുന്ന വലിയൊരു ആവേശമായിരിക്കും നമുക്ക്. അദ്ദേഹം വളരെ വളരെ പീഡ സഹിച്ചു. അങ്ങനെ ഒരു റിഫർമേഷനിലേക്ക് സഭ വന്നത് ഈ കാലയളവിലാണ്. 6-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെ ഉള്ള കാലം. അന്ന് റോമൻ കത്തോലിക്ക സഭ അന്ന് അനേക അന്ധവിശ്വാസങ്ങൾ രൂപപ്പെട്ടു. അന്ന് പാവമോചന ചീട്ടെന്ന് പറയുന്ന ഒരു സമ്പ്രദായം തുടങ്ങിയിരുന്നു. പാവമോചന ചീട്ട്. എന്താണ് പാവമോചന ചീട്ട്? ഒരു പാവം എന്നെ പാവം ചെയ്താൽ ഇത്ര രൂപ കൊടുത്താൽ മതി, അതിൻ്റെ ചീട്ട് കിട്ടും. ഒരു പാവം ചെയ്താൽ വേറെ ഒരു പാവമാണെങ്കിൽ അതിന് ഇത്ര രൂപ, ഓരോ പാവത്തിനും അതാതിന് ഇത്ര രൂപ എന്ന് സഭ രൂപ ഉണ്ടാക്കുകയായിരുന്നു, പൈസ ഉണ്ടാക്കുകയായിരുന്നു. പാപത്തിൻ്റെ പ്രായശ്ചിത്തം പൈസയായിട്ട്. എല്ലാം ദൈവിക വിശ്വാസത്തിനും പ്രമാണത്തിനെതിരായി പോയി. പൈസയ്ക്ക് വേണ്ടി പാവമോചനം കൊടുക്കുക എന്ന് പറയുന്നത് എത്രയോ ബാലിശമായ, എത്രയോ നിന്ദ്യമായ ഒരു കാര്യമാണത്. ഇന്നുകൊണ്ട് പരീക്ഷ പാസ്സാകാൻ വേണ്ടി ഇത്ര രൂപ, പിന്നെ വീട് വയ്ക്കാൻ വേണ്ടി അതിനുള്ള അനുഗ്രഹം കിട്ടാൻ വേണ്ടി ഇത്ര രൂപ, വിദേശത്തേക്ക് പോകാനുള്ള വിസ കിട്ടുന്നതിന് വേണ്ടി ഇത്ര രൂപ, രോഗം മാറുന്നതിന് വേണ്ടി ഇത്ര രൂപ അങ്ങനെയുള്ള സമ്പ്രദായമുള്ള കൂട്ടായ്മകൾ ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ പരസ്യപ്പെടുത്തുന്ന കൂട്ടായ്മകളുണ്ട്. ഞാൻ എനിക്കൊരു മാസികയിൽ വായിച്ചു, മാസിക ഏതാണെന്ന് പറയുന്നില്ല, ഒരു മാസികയിൽ വായിച്ചു, ഒരു കൂട്ടായ്മ ഓരോന്നിനും വില കൽപ്പിക്കുകയാണ്. ഇതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ ഇത്ര രൂപ, രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ ഇത്ര രൂപ, ഇതെല്ലാം രൂപ നിങ്ങൾ കൊടുത്താൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കും, ഞങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് എന്ന് പറയുകയും ചെയ്യും. എത്രയോ താണുപോയി, ക്രിസ്തീയ നിലവാരം താണുപോയി. ഇന്നും അതൊക്കെ തുടരുന്നുണ്ട് പലയിടത്തും. പാവപ്പെട്ട ആളുകൾ എട്ടുമുട്ടും ചെയ്യാത്തവർ പൈസ കൊടുത്താണെങ്കിൽ രോഗം മാറണമെന്ന് വിചാരിച്ച് പൈസ കൊടുക്കും, അല്ലെങ്കിൽ പരീക്ഷ പാസ്സാകാൻ വേണ്ടി അതിനുവേണ്ടി പൈസ കൊടുക്കും. പാവപ്പെട്ട ആളുകൾക്കൊന്നും അറിഞ്ഞുകൂടല്ലോ. അവർ ആർത്തി കൊണ്ട് പ്രയാസങ്ങളും ദുഃഖങ്ങളും ഞെരുക്കങ്ങളും വരുമ്പോൾ ഭാരത്തോടൊക്കെ ചെയ്യും. ഇങ്ങനെയുള്ളതായ അഴിമതികൾ തുടങ്ങിയതായ കാലമാണ് തുയത്തൈര സഭയുടെ കാലം. അന്ന് ആ കാലത്താണ് കിഴക്കൻ പ്രദേശത്ത് ഓർത്തഡോക്സ് ചർച്ച് എന്നുവെച്ചാൽ പൗരസ്ത്യ ദേശങ്ങളിൽ, സിറിയയിൽ, പിന്നെ ടർക്കി, ഡമാസ്കസ്, പിന്നെ ഇങ്ങോട്ട് ഇന്ത്യ ഈ ഭാഗങ്ങളിലേക്ക് എല്ലാം ഉള്ള സഭയ്ക്ക് ഓർത്തഡോക്സ് ചർച്ച് ആസ് എ ഹോൾ, അതിലന്ന് യാക്കോബായ ഓർത്തഡോക്സ് 2 വിഭാഗമില്ല. ഓർത്തഡോക്സ് സഭ കിഴക്ക് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. കിഴക്ക് വെച്ചാൽ പൗരസ്ത്യ ദേശത്ത് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. അന്നത്തെ ആ സഭയ്ക്ക് പറ്റിയ അപകടത്തെക്കുറിച്ച് പറയുന്നത്, തുയത്തൈര സഭയ്ക്ക് മോറൽ ഡിപ്പാർച്ചർ, മൊറാലിറ്റി പോയി, സാൻമാർഗികത്വം പോയി, സഭയുടെ തീക്ഷ്ണത പോയി, അശുദ്ധിയൊന്നും ഒരു ചിന്താവിഷയമല്ലാതായിപ്പോയി. അവർക്ക് പള്ളിയുണ്ട്, ആരാധനയുണ്ട്, കൂടെ അശുദ്ധിയുമുണ്ട്, വേണ്ടാതനങ്ങളുണ്ട്, വൃത്തികേടുകളുണ്ട്, അഴുക്കായ ജീവിതമുണ്ട്. അങ്ങനെ പോയൊരു കാലമാണത്. അത് ദ കോംപ്രമൈസിങ് ചർച്ച്, ലോകത്തോട് ഇഴുകിച്ചേരുന്ന സ്വഭാവം, ലോകത്തിൻ്റെ ഗതികളോട്, ലോകത്തിൻ്റെ വെറുക്കൂത്തുകളോട്, ലോകത്തിൻ്റെ മോടികളോട് ഇഴുകിച്ചേർന്ന് പോകുന്ന ഒരു കാലം. അതാണ് തുയത്തൈര സഭയുടെ കാലം. അടുത്ത് 16-17 നൂറ്റാണ്ടുകളിൽ സൗദി സഭ
അത് റിഫർമേഷന് ശേഷമുള്ള കാര്യങ്ങളിൽ കാണിക്കുന്നു. എന്നുവെച്ചാൽ മാർട്ടിൻ ലൂതർ വന്ന് റിഫർമേഷൻ ഈ നവീകരണ പ്രസ്ഥാനം തുടങ്ങിയതിന് ശേഷം അനേകം ആളുകൾ ഉണർന്നു. അനേകം ആളുകൾ, പൂർവിക പാരമ്പര്യമുള്ള അനേകം ആളുകൾ ഉണരുകയും സത്യവിശ്വാസികളെ തീരുകയും ചെയ്തു. അന്ന് വാസ്തവത്തിൽ വലിയൊരു ഭാഗ്യമുണ്ടായി. ഒരു ആത്മീയമായ നവോത്ഥാനമുണ്ടായി. റിനൈസൻസ്, ആത്മീയമായ നവോത്ഥാനമുണ്ടായി. ഈ റിനൈസൻസ് എന്നുള്ള വാക്കൊന്നും നിങ്ങൾ പഠിക്കണമെന്നില്ല. ആത്മീയമായ നവോത്ഥാനം ഉണ്ടായി ആ കാലങ്ങളിൽ. അതുകൊണ്ട് ഈ സൗദി സഭയിൽ ചിലർക്ക് ഒരു ആത്മീയമായ ഉണർവുണ്ടായി. പക്ഷേ അനേകരും ആത്മാവിൽ താഴുകയും ചെയ്തു, മരിക്കുകയും ചെയ്തു. ആത്മാവിൽ മരിച്ചു, ആത്മാവിൽ ജീവനില്ലാത്തവരായി തീർന്നു. അവർ സർദി സഭ അന്ന് ഏറ്റവും ഗൗരവമേറിയ ഒരവസ്ഥയിലായി പോയത്. സ്ലീപ്പിംഗ് ചർച്ച്, ഉറങ്ങുന്ന സഭ എന്നാണ് അതിന് പേര് കിട്ടിയത്. സ്പിരിച്വൽ ഡെഡ്നെസ്, ആത്മീയമായി മരിച്ച അവസ്ഥ. ജീവനുള്ളത് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. ആറാമത്തെ സഭയാണ് ഫിലദൽഫിയ സഭ, 18ഉം 19ഉം നൂറ്റാണ്ടുകളിൽ. ആ കാലങ്ങളിൽ ഫിലദൽഫിയ സഭ വളരെ വലിയ ആത്മീയ ഉണർവിൻ്റെ ഭാഗ്യം കിട്ടിയ സഭയാണ്. അന്ന് കാലത്താണ് 16, 17 നൂറ്റാണ്ടുകളിലാണ് ക്രൈസ്തവ സഭയുടെ ഏറ്റവും ശക്തമായ ഉണർവുണ്ടായത്. ഈ ഉണർവ് എല്ലാ കാലത്തും നിൽക്കുകയില്ല. ഇപ്പോൾ നമുക്കറിയാമല്ലോ, 1973 തുടങ്ങിയുള്ള കാലങ്ങളിൽ ഇവിടെ ഈ പ്രദേശങ്ങളിലെല്ലാം വലിയൊരു ഉണർവുണ്ടായി. അനേകർ ഉണർന്നു. ഈവൻ കൊച്ചു കുട്ടികൾ പോലും സാറുമാരുടെ അടുക്കലും മറ്റ് കൂട്ടുകാരുടെ അടുക്കലുമൊക്കെ മാപ്പി ചോദിച്ച് നിരപ്പായ കാലമുണ്ട്. ഇവിടെ ഈ പ്രദേശത്തൊക്കെ ചില ദൈവമക്കൾ ഓരോ വീട്ടിൽ കയറി ആ വീട്ടിലുള്ളതായ പനങ്കൊലയെല്ലാം വെട്ടി താഴെയിട്ട കാലമുണ്ട്. മനഃപൂർവ്വമല്ല, ഉടമസ്ഥൻ്റെ അനുവാദത്തോടു കൂടി. ഈ കള്ള് ഉണ്ടാക്കണ്ട, കള്ള് വിൽക്കണ്ട എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വലിയ ഉണർവുണ്ടായി. വലിയ ഉണർവെന്ന് പറഞ്ഞാൽ വളരെ ശക്തമായ ഉണർവാണ് ഉണ്ടായത്. ഭാഗ്യവശാൽ ഞാൻ ഓർക്കുന്നു, ഇവിടെ ഞാൻ ചേർന്ന് നിൽക്കുന്ന ഇടവ പള്ളിയിൽ, വലമ്പൂർ സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ ഇവിടെ അന്ന് അച്ഛൻ മാനസാന്തരപ്പെട്ടു. ഒരു വലിയ അത്ഭുതമായിരുന്നു. എൻ്റെ കൊച്ചപ്പനാണ് അച്ഛൻ മാനസാന്തരപ്പെട്ടു. അതോടുകൂടി വലിയൊരു നേതൃത്വം തന്നെ ആത്മീയ ഉത്ഥാനത്തിന്, ആത്മീയമായ ഉണർവിന് സഹായിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ കുറച്ച് പിന്മാറി. പക്ഷേ ഉണർവ് പിന്നെയും തുടർന്നുകൊണ്ടിരുന്നു. പിന്നെയും അച്ഛൻ വീണ്ടും വന്നു. പിന്നെയും ആ ഉണർവിൽ അച്ഛൻ പങ്കാളിയായി നിന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു വലിയ ഉണർവുണ്ടായി. പട്ടക്കാർ ഈ ഉണർവിൻ രംഗത്തേക്ക് വന്നാൽ എന്തൊരു ഭാഗ്യമാണ്. പട്ടക്കാർ, ജനത്തെ നയിക്കുന്നവർ ഉണർത്തപ്പെട്ടാൽ എന്ത് വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് ആ അനുഗ്രഹം അന്ന് ഈ പ്രദേശത്തെല്ലാം ഉണ്ടായി. തന്മൂലം ഇവിടെ മാത്രമല്ല, പുത്തൻകുരിശ്, കോലഞ്ചേരി, പണ്ടപ്പള്ളി, കൂത്താട്ടുകുളം മുതലായ സ്ഥലങ്ങളിലെല്ലാം അതങ്ങ് വ്യാപിച്ചു. വളരെ ശക്തമായി വ്യാപിച്ചു ഉണർവിൻ്റെ കാലം. ദൈവത്തിന് സ്തോത്രം. അത് ചർച്ച് വിത്ത് ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ ലഭിച്ച സഭ. ധാരാളം നല്ല അവസരങ്ങൾ, ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടിയുള്ള അവസരങ്ങൾ ലഭിച്ച സഭ. ഫിലദൽഫിയ സഭ അതാണ് കാണിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഈ 20th സെഞ്ച്വറി, ഈ 20ാം നൂറ്റാണ്ട് മുതൽ പിന്നെ ഇങ്ങോട്ട്, ഇപ്പോൾ 21ാം നൂറ്റാണ്ടിൻ്റെ ആരംഭമാണല്ലോ, ഈ കാലയളവിൽ സഭ മന്ദോഷ്ണ സഭയായിപ്പോയി. അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. മന്ദോഷ്ണ സഭ. ഉഷ്ണമെന്ന് ചോദിച്ചാൽ ഉണ്ട്, ചൂടുണ്ട്, എന്നാൽ അതേസമയം തണുപ്പുമുണ്ട്. തണുപ്പും ചൂടും കൂടി ഇടകലർന്നാൽ ഒരു അരുചിയാണ്, രുചികരമായിരിക്കില്ലത്. വാട്ടവെള്ളം കുടിക്കാൻ നമുക്ക് പറ്റുകയില്ല. വാട്ടവെള്ളം കുടിച്ചാൽ നമ്മൾ ഓക്കാനിച്ചു പോകും. വാടിയ വെള്ളം, അത് നല്ല ചൂടുണ്ടെങ്കിൽ കുഴപ്പമില്ല, തണുത്താണെങ്കിൽ കുഴപ്പമില്ല. രണ്ട് ഇടയ്ക്കുള്ള ഒരു വാട്ടവെള്ളം, അത് നമുക്ക് ആർക്കും രുചികരമായിരിക്കില്ല. എന്നതുപോലെ രുചികരമല്ലാത്ത മന്ദോഷ്ണ സഭയായി. ഉഷ്ണമുണ്ട്, അതേസമയത്ത് തണുപ്പുമുണ്ട്. മന്ദോഷ്ണ സഭ. നീ ഉഷ്ണവാനോ ശീതവാനായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല, നീ ശീതോഷ്ണവനാകിയാൽ നീ നിൻ്റെ വായിൽ നിന്ന് ഉമിണ്ണുകളയും, തുപ്പിക്കളയും എന്നാണ് കരുത്ത് പറയുന്നത്. നീ നിൻ്റെ വായിൽ നിന്ന് ഉമിണ്ണുകളയും. ലിവിങ് ബൈബിളിലെ സ്പിറ്റ് എന്ന വാക്കാണ്. സ്പിറ്റ്, നിൻ്റെ വായിൽ നിന്ന് ഞാൻ തുപ്പിക്കളയുമെന്നാണ് പറയുന്നത്. നീ ശീതവാനും ഉഷ്ണവാനും ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ശീതോഷ്ണവാനാകിയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ണുകളയും. കൂട്ടായ്മയുള്ളവർക്ക് കൂട്ടായ്മയ്ക്ക് വരും, പള്ളിയിൽ പോവും, പാവം ചെയ്യേണ്ട സമയത്ത് പാവം ചെയ്യും, അതിന് മടിയില്ല. സഹോദരനെ വഞ്ചിക്കാൻ മടിയില്ല. പൈസയുടെ കാര്യത്തിലൊരു കൃത്യതയില്ല, ഒരു ചിട്ടയുമില്ല. ജീവിതത്തിൽ ഒരു മൂല്യബോധമില്ല. തെറ്റുകൾ തെറ്റായിട്ട് കാണാൻ പറ്റുന്നില്ല.
തെറ്റ് ചെയ്യുന്ന സമയം വരുമ്പോൾ തെറ്റ് ചെയ്യും, കൂട്ടായ്മയിൽ വരും, പ്രാർത്ഥനയ്ക്ക് വരും, കുർബാനയിൽ വരും, എല്ലാം ഉണ്ട്. ഇങ്ങനെ രണ്ടും കൂടി ഇടകലർത്തിയുള്ള സഭ മന്തോഷ്ണ സഭ. മന്തോഷ്ണ സഭയായിട്ടാണ് ഇന്നത്തെ സഭയുടെ സ്ഥിതി കർത്താവ് കാണിച്ചു തരുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ മന്തോഷ്ണ സഭയുടെ അവസ്ഥ കാണിച്ചു തന്നിട്ട് കർത്താവ് പറയുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ഞാൻ മാറിപ്പോയിട്ടില്ല, ഞാനിവിടെ തന്നെയുണ്ട്, വാതിൽക്കൽ തന്നെയുണ്ട്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് ചെന്ന് ഞാൻ അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ, ആരെങ്കിലും ഈ മന്തോഷ്ണാവസ്ഥയിൽ നിന്ന് ഒന്ന് ചൂട് പിടിച്ച് എഴുന്നേറ്റാൽ, ആരെങ്കിലും ആത്മീയമായി ഒന്ന് ഉണർന്നു വന്നാൽ ഞാൻ അകത്തേക്ക് വരാം. ഞാൻ അകത്ത് വന്ന് ഒരുമിച്ച് നമുക്ക് അത്താഴം കഴിക്കാം, ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം, ഒരുമിച്ച് മേശയിൽ ഒരുമിച്ചിരിക്കാം. ദൈവത്തിന് സ്തോത്രം. കർത്താവ് നോക്കുന്നൊരു വാഗ്ദത്തമാണത്. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും ഒരു ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് ചെന്ന് ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഇന്ന് സഭയ്ക്കകത്തല്ല കർത്താവ്, പുറത്താണ്, വാതിലിൻ്റെ പുറത്താണ്. ഇത് അനേകരും മനസ്സിലാക്കുന്നില്ല. നാം മറ്റാരെയല്ല കാണേണ്ടത്. എൻ്റെ അവസ്ഥ എങ്ങനെയാണ്? ഞാൻ അകത്തോ പുറത്തോ? എൻ്റെ കരുണയുള്ള കർത്താവ് അകത്തോ പുറത്തോ? ഞാൻ എൻ്റെ കർത്താവിന് പ്രവേശിക്കാൻ പറ്റാത്തവണ്ണം വാതിൽ അടച്ചു പിടിച്ചിരിക്കുകയാണോ? വാതിൽ ഞാൻ അടച്ചു പിടിച്ചിരിക്കുകയാണോ? ദൈവത്തിൻ്റെ സ്തോത്രം. എൻ്റെ ജീവിതത്തിലേക്ക് യേശുവിന് പ്രവർത്തിക്കാൻ ഞാൻ ഇടം തരാതിരിക്കുകയാണോ? ക്രിസ്തുവിൻ്റെ വചനത്തിനിൽ ഇടമുണ്ടോ? ക്രിസ്തു എന്നിൽ വാഴുന്നുണ്ടോ? ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ടോ? ക്രിസ്തുവിൻ്റെ വചനത്തിൽ വസിക്കുന്നുണ്ടോ? എൻ്റെ ജീവിതം ഇന്ന് അടഞ്ഞ അധ്യായമായിരിക്കുകയാണോ? ഇത് നാം ചിന്തിക്കണം. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ വരേണ്ടതായ ഏറ്റവും ഗൗരവമേറിയ കാര്യം, ഞാനിന്ന് ലവോദിക്ക സഭയുടെ അവസ്ഥയിലാണല്ലോ. ലവോദിക്ക സഭയിൽ കർത്താവ് വാതിലിൻ്റെ പുറത്ത് നിൽക്കുന്നു. ഞാൻ ലവോദിക്ക സഭയുടെ അവസ്ഥയിലായിപ്പോയല്ലോ. കർത്താവേ, പൂർവികമായ പാരമ്പര്യമാണെങ്കിൽ പറയാനുണ്ട്. ഫിലദൽഫിയ സഭയുടെ അവസ്ഥ പോലെ നല്ല ശ്രേഷ്ഠമായ അവസ്ഥയുണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു പഴയ കാലത്ത്. നമുക്കറിയാമല്ലോ, നമ്മുടെ പൂർവ്വീയ പിതാക്കന്മാരുടെ ഗാനങ്ങളും ഗീതങ്ങളും കീർത്തനങ്ങളും എല്ലാം പ്രാർത്ഥനകളും സദറകളും എല്ലാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുമല്ലോ എന്തൊരു ആത്മീയ ഉണർവായിരുന്നു. പൂർവ്വപിതാക്കന്മാർക്ക് എന്തൊരു ഭക്തിയായിരുന്നു, എന്തൊരു തീവ്രമായ വിശ്വാസമായിരുന്നു. ഇന്ന് അതെല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഇന്ന് അതെല്ലാം ചടങ്ങുകളായി ആസ്വദിച്ചു പോയിരിക്കുന്നു. ചടങ്ങുകളുണ്ട്, പക്ഷേ ആ ചടങ്ങുകൾക്കപ്പുറമുള്ളതായ ആത്മാവിൻ്റെ വീര്യമില്ല, ആത്മാവില്ല. ഇന്നത്തെ അവസ്ഥ അതെയാണ്. ചടങ്ങുകളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്, പ്രാർത്ഥനകളുണ്ട്, കുർബാനകളുണ്ട്, കൂദാശകളുണ്ട്. പക്ഷേ ആത്മാവ് അവിടെ മാറി പുറത്തുപോയി. കർത്താവ് പുറത്തു നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, നാം ചിന്തിക്കൂ. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കൂ, എൻ്റെ അവസ്ഥ എന്താണ്? എൻ്റെ സാക്ഷാത്തായ സ്ഥിതി എന്താണ്? ഇന്നത്തെ സ്ഥിതിയിൽ ഞാൻ കടന്നുപോയാൽ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ എത്തുമോ? ഇന്നത്തെ അവസ്ഥയിൽ ഞാൻ കടന്നുപോയാൽ ഞാൻ സ്വർഗ്ഗത്തിൽ എത്തുമോ? ചിന്തിക്കണം. വെറുതെ കേട്ടുപോയാൽ പോരാ, ചിന്തിക്കണം. എൻ്റെ ജീവിതത്തിൽ ദൈവം പ്രസാദിക്കാത്ത എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലുമല്ല, അനേകം കാര്യങ്ങളുണ്ട്, അനേകം. എൻ്റെ മനോഭാവത്തിൽ എന്തെല്ലാം ദൈവം പ്രസാദിക്കാത്തത്? പരിശുദ്ധനായ ദൈവം എന്നെ നോക്കുമ്പോൾ ദൈവം വ്യസനിക്കുന്നതായ കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ട്? എൻ്റെ ആത്മീയമായ അവസ്ഥ കർത്താവ് എങ്ങനെയാണ് കാണുന്നത്? നാം ചിന്തിക്കുക, നാം വീഴുക, അനുദപിക്കുക, മാനസാന്തരപ്പെടുക, ദൈവത്തിലേക്ക് തിരിച്ചു വരിക, കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കുക. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കാരുണ്യവാനേ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീത നിമിഷങ്ങൾക്കായി സ്തോത്രം. അപ്പോൾ അതിൻ്റെ മക്കളെ അവിടെ നിന്ന് കാണുന്നതിനായി സ്തോത്രം. ഹൃദയം തകർന്നവരെ മുറികിട്ടുവാൻ വന്നിരിക്കുന്ന നിത്യസ്നേഹമായ യേശുവേ, അവിടെ നിന്ന് ഇപ്പോൾ എൻ്റെ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും തൃപ്പാദത്തിൽ അണച്ച് ചേർത്ത് കണ്ണുനീര് തുടയ്ക്കണമേ, അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ രണ്ടാമത്തെ വരവേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം.